ഓക്കെ ഗൈസ്, അപ്പോൾ റൊണാൾഡീനോയുടെ കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ റൊണാൾഡീനോ ഒരു 1 ബില്യൺ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ആ ഒരു പാക്ക് ഇന്ന് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ 11 സ്പിൻ ചെയ്യാനുള്ള ടോക്കൺ ഉണ്ട്, ചാൻസ് ഡീലുണ്ട്. 11 സ്പിൻ ചെയ്യാനുള്ള ചാൻസ് ഡീലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു 19 സ്പിന്ന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇനി ഒരു സ്പിന്നൂടെ ചെയ്തിട്ട് എപ്പിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് ഡീൽ നമുക്ക് കിട്ടും. അതിനകത്ത് എപ്പിക്ക് മാത്രമായിരിക്കും. ആ ഒരു ചാൻസ് ഡീലിനകത്ത് 7 പ്ലേയേഴ്സ് ഉള്ള എപ്പിക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു ചാൻസ് ഡീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 സ്പിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എപ്പിക്ക് അടിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാൻസ് ഡീൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 19 ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചെയ്തിട്ട് എപ്പിക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആ ഒരു ചാൻസ് ഡീൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ സ്പിൻ ചെയ്തിട്ട് എപ്പിക്ക് കിട്ടാത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതിലായിരിക്കും എപ്പിക്ക് അടിക്കുന്നത്. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഞാനിവിടെ ഓരോന്ന് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു ചാൻസ് ഡീല് കിട്ടിയിട്ടുണ്ട്, മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പിക്ക് അടിച്ചിട്ടില്ല, ആ ഒരു ചാൻസ് ഡീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അത് അടുത്ത് കാണിക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ആ ഒരു ചാൻസ് ഡീല്. ക്ലെയിം ചെയ്തിട്ടുണ്ട് ചാൻസ് ഡീൽ 1 ബില്യൺ ഡൗൺലോഡ്സ് ലെജൻഡ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് വരും. ആ ഒരു പാക്കിനകത്ത് 7 പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അത് സ്പിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലെയറെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. റോൾ പ്ലേ അപ്ഡേറ്റ് ഡേ പറ. ഇതെവിടെ ഉണ്ടാവും? ഇതെവിടെ ഉണ്ട്? ഇതാണ് ആ ഒരു സംഭവം. ഇതിനകത്ത് ഈ ഒരു 7 പ്ലേയേഴ്സ് ഉണ്ട്. 7 പ്ലേയേഴ്സിൽ നമുക്കൊരു ചാൻസ് ഡീല് ഇതെവിടെ ഉണ്ട്. ഇത് സ്പിൻ ചെയ്യണം. ഓക്കെ, ഇതെന്തായാലും നമുക്ക് ലാസ്റ്റ് സ്പിൻ ചെയ്യാം. ഇതിപ്പോ ബാക്കി കൂടെ ഞാൻ സ്പിൻ ചെയ്യാണ്. രണ്ടാമത്തെ സ്പിൻ ചെയ്തിട്ടും മൂന്നാമത്തെ സ്പിൻ ചെയ്തിട്ടും എപ്പിക്ക് അടിച്ചില്ല. വീണ്ടും ബേസ് ആണ്. ഓക്കെ, തരൂല കേട്ടോ. അപ്പോൾ നമ്മള് ബാക്കി ഇനി 5 സ്പിന്നൂടെ ഉണ്ട്. ഒരു എപ്പിക്ക് പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയില്ല. ഷോർട്ട് ടൈം സോറി, ഒരു ഹൈലൈറ്റ് കാർഡ് പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയില്ല. അതുപോലെ എപ്പിക്ക് നമുക്ക് കിട്ടിയില്ല. ഫുള്ള് ബേസ് ആണ് നമുക്ക് തന്നത്. നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. എന്തായാലും വീണ്ടും ചെയ്യാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. വീണ്ടും ബേസ് ആണ് ഗൈസ്. വീണ്ടും കൊടുത്തിട്ടുണ്ട്. എപ്പിക്കില്ല, തരൂലെന്നാണ് അവരെ തീരുമാനം. ഇനി ഒരു 2 കൂടെ ഉണ്ട്. ഇതെന്തോന്ന് അവസ്ഥയാണ്? എപ്പിക്ക് അടിക്കില്ലല്ലോ ഗൈസ്. ലൈക്ക് ചെയ്യാത്രയൊന്ന് ലൈക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ ഒരു ചാൻസ് ഡീലോടെ ലാസ്റ്റ് ആയിട്ടുണ്ട്, അതുകൂടെ ചെയ്യാം. അതിലെന്തായാലും കിട്ടൂല. എന്തായാലും അവസാനത്തെ ചാൻസ് ഡീലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എപ്പിക്ക് പോലും 30 ചാൻസ് ഡീൽ സ്പിൻ ചെയ്തിട്ട് ഒരു എപ്പിക്ക് പോലും നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഓക്കെ, 30 സ്പിൻ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തു. ഇപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു 20 ചാൻസ് ഡീൽ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചാൻസ് ഡീൽ എപ്പിക്ക് മാത്രമായിട്ടുള്ള ഒരു ചാൻസ് ഡീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് പ്ലെയർ ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ടാർഗറ്റ് റൊണാൾഡീനോ അല്ലാന്നുണ്ടെങ്കിൽ
വേറെ ടോറ്റി ആരെങ്കിലും കിട്ടിയാലും മതി. റൊണാൾഡീനോയാണ് മെയിൻ ടാർഗറ്റ്. ഓക്കെ ഗൈസ്, ഞാനിവിടെ സ്പിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഗൈസ് അപ്പോ റൊണാൾഡീനോയുടെ കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൈസ് നൈസ് ഗൈസ്, അങ്ങനെ റൊണാൾഡീനോയുടെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാർഡ് മാത്രം മതി, അതിനകത്തുനിന്ന് വേറെ ആരും എനിക്ക് വേണ്ടായിരുന്നു. റൊണാൾഡീനോയുടെ കാർഡ് മതിയായിരുന്നു. അങ്ങനെ റൊണാൾഡീനോയുടെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റ് തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഗൈസ്. നിങ്ങൾക്ക് ഏത് ടാർഗറ്റ് ആണോ അടിച്ചിട്ടുള്ളത് അതോ വേറെ ഏതെങ്കിലും പ്ലെയർ ആണോ അടിച്ചിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്തോ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, സ്പിൻ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും